വഖഫ് ബില്ലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് താമരശ്ശേരി രൂപതയും കത്തോലിക്ക കോൺഗ്രസും. ബില്ല് സമുദായ വിഷയമല്ല, സാമൂഹ്യ നീതിയുടെ വിഷയമാണ്. മുനമ്പം സമരത്തിന് പൂർണ്ണ പിന്തുണ നൽകാനും കോഴിക്കോട് നടന്ന ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപന റാലിയിൽ ആഹ്വാനം. വഖഫ് ബില്ലിനും മുനമ്പം ജനതയുടെ സമരത്തിനും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചാണ് സമരജ്വാല തെളിഞ്ഞത്. ബില്ല് ഒരു സമുദായ വിഷയമല്ല, സാമൂഹിക നീതിയുടെ വിഷയമാണ്. ധീരമായ ചുവടുവയ്പിൽ സന്തോഷമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു. വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിക്കാൻ എംപിമാരോട് സഭാ നേതൃത്വം പറഞ്ഞപ്പോൾ വലിയ അപരാധമായി ചിത്രീകരിക്കുകയാണ് ചെയ്തത് എന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ സഭാ നേതൃത്വം വഖഫ് ബില്ലിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ഈ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് ഇവിടുത്തെ എംപിമാരോട് ജനപ്രതിനിധികളോട് പറഞ്ഞു. അതൊരു വലിയ അപരാധമായോ അബദ്ധമായോ പലരും ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതും ക്രൈസ്തവര് വർഗീയമായി ചിന്തിക്കാൻ തുടങ്ങി എന്ന് അധിക്ഷേപിക്കുന്നതും ഈ നാളുകളിൽ ഞാൻ ശ്രദ്ധിച്ചു. അവരോടെല്ലാം ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നേയുള്ളൂ: വഖഫ് ബില്ലിനെ ഒരു സമുദായ വിഷയമായിട്ടല്ല സഭ മനസ്സിലാക്കുന്നത്, അത് സാമൂഹിക നീതിയുടെ വിഷയമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. മുനമ്പ് സമരത്തിന് മലയോര ജനതയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. റവന്യൂ അവകാശം ലഭിക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്മാറരുത്. എല്ലാ പിന്തുണയുമായി സഭ ഒപ്പമുണ്ടാകുമെന്നും മാർ റെമീജിയോസ് ഇഞ്ചനാനിയിൽ പറഞ്ഞു. ഈ ഫറൂഖ് കോളേജ് പാവപ്പെട്ട സാധാരണക്കാർക്ക് വിറ്റ ഒരു സ്ഥലമാണ്. മുനമ്പം അവർ വില കൊടുത്ത് മേടിച്ചതാണ്. പട്ടയവും കിട്ടി. എന്നിട്ട് പട്ടയവും കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നീട് അവർ പറയാണ് ഇത് നിങ്ങളുടെ ലാൻഡ് അല്ല എന്ന്. അത് അനീതിയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ആരുമില്ല എന്ന് തെളിയിച്ചല്ലോ. പിന്നെ എന്താണ് മറ്റൊരു തെളിവ്? എന്താണ് ആവശ്യം? വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് മോചനം ആവശ്യമാണ്. അതിന് വനം മന്ത്രിയുടെ കയ്യൊപ്പ് ആവശ്യമില്ല. ഒരു വനപാലകനും ഞങ്ങളുടെ കറിക്കലം പൊക്കി നോക്കി ഉടുമ്പിന്റെ ഇറച്ചി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വരരുത് എന്നും സഭാ നേതൃത്വം വ്യക്തമാക്കി. ഒരു വനപാലകന് മിനിമേൽ ഞങ്ങളുടെ വീടുകൾ കയറി ഞങ്ങളുടെ ചട്ടിയുടെ മൂടി പൊക്കി നോക്കി അതിനകത്ത് ഏതെങ്കിലും ഉടുമ്പിന്റെയോ ഓന്തിന്റെയോ ഇറച്ചിയുണ്ടോ എന്ന് പരിശോധിക്കാൻ വരണ്ട. ഇനിമേൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൃഷിഭൂമിയിലോ ഞങ്ങളുടെ വീടുകളിലോ പ്രവേശനമില്ല എന്ന് ഈ മുതലക്കുളം സമ്മേളനം സർക്കാരിന്റെ ഉദ്യോഗസ്ഥരോട്, വിശിഷ്യ വനപാലകരോട് ഓർമ്മിപ്പിക്കുകയാണ്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാതെ സർക്കാർ ക്രൈസ്തവ ജനതയെ വഞ്ചിക്കുകയാണെന്നും ക്രൈസ്തവ സമൂഹത്തോട് ഇടതുപക്ഷ സർക്കാരിന് അവഗണനയാണെന്നും നേതൃത്വം വിമർശിച്ചു. മുതലക്കുളം മൈതാനത്ത് നടന്ന അവകാശ പ്രഖ്യാപന റാലിയിലും പൊതുസമ്മേളനത്തിലും വൻ ജനാവലിയാണ് പങ്കെടുത്തത്. ജനം, കോഴിക്കോട്.